ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. ഓണം എക്സാമിന് ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലേ? അതിൽ 6 ട്രിക്സ് ഉപയോഗിച്ച് ഈ ചാപ്റ്റർ മുഴുവൻ പഠിക്കാവുന്ന രീതിയിൽ. അപ്പൊ വേഗം നമുക്ക് ട്രിക്സിലേക്ക് പോകാം. വെറും 6 ട്രിക്സ് അല്ലേ? ഒന്നാമത്തെ ട്രിക്ക് സ്റ്റാർട്ട് ചെയ്യാണല്ലേ? ഫസ്റ്റ് ട്രിക്ക് എന്താ? മിസ് തന്നെ പറഞ്ഞു ട്രിക്സ് പറഞ്ഞു. ട്രിക്ക് നമ്പർ 1. ട്രിക്ക് നമ്പർ 1 ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതി പല കുട്ടികൾക്കും എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ പല പ്രോബ്ലം ആണല്ലേ? യെസ്, അതെ. അപ്പോ ഈസി ആയിട്ട് എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റുക? 4s ആണോ 3D ആണോ ആദ്യം വരുന്നത്? എനർജി കുറവ് ആരാണെന്നൊക്കെ ചിലർക്ക് അങ്ങനെ ചോദിക്കാറുണ്ട്. ഏത് ഷെല്ലിലാണ് എനർജി കുറവ്, ഏത് ഷെല്ലിലാണ് എനർജി കൂടുതൽ എന്ന് എനർജി ചോദിക്കാറുണ്ട്. അപ്പൊ വലിയ എലമെന്റുകളൊക്കെ വന്നാൽ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയണം. അതിനാണ് ട്രിക്സ് തുടങ്ങല്ലേ? അപ്പൊ നോക്കാട്ടി എസ് പി എ ഡി എഫ് ഇതാണ് നമ്മുടെ സബ്ഷെല്ലുകൾ അല്ലേ? നമ്മൾ എഴുതുന്നതിന് മുമ്പ് പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എസ് പി ഡി എഫ് ഇങ്ങനെ പോകണം. ഓക്കെ, അപ്പൊ കെ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല് ഇതിനുള്ളിലുള്ള സബ്ഷെല്ലുകളാണ് ഇവര്. അപ്പൊ ആർ ടി നമുക്ക് ആദ്യം നമ്മൾ കാണുന്നത് ഏതാ? എസ് ആണ്. അപ്പൊ ഏത് കണ്ടാലും 2 തവണ എഴുതണം. എസ് ഫസ്റ്റ് കാണുന്ന എസ് ആണ്. എസ് 2 തവണ എഴുതി. എസ് 2 തവണ എഴുതി. അടുത്ത ഏതാണ്? പി ആണ്. അപ്പൊ ഞാൻ പി ന്ന് എസിലേക്ക് വരാണ്. അപ്പൊ പി ന്ന് എസിലേക്ക് വരുന്നോണ്ട് പി ന്ന് എസിലേക്ക് ഇട്ട് 2 തവണ എഴുതണം. അപ്പൊ എഴുതും പി എസ് 2 തവണ എഴുതാൻ പോവാണ്. ഓക്കെ അല്ലേ? അടുത്തത് മൂന്നാമത് ആർട്ടി ഞാൻ ഡിയിൽ നിന്ന് എസിലേക്ക്, അതായത് ഡി നിന്നും പിയിലേക്കും എസിലേക്ക്. അപ്പൊ ഡി പി എസ് എന്നുള്ള 2 തവണ. ഡി പി എസ് 2 തവണ പോവാണ്. എല്ലാം 2 തവണ എഴുതണേ. ഡി പി എസ് അടുത്ത ഡി പി എസ്. റെഡി. അടുത്ത എന്താണ്? അത് ബോക്സ് ഒഴിവാക്കോ? ബോക്സ് ഒഴിവാക്കോ. ഓക്കെ, റെഡി. യെസ്. ഇനി അടുത്തത് ലാസ്റ്റ് മൊത്തം എന്തിനാ? എഫ് ഡി പി എസ് 2 തവണ ഇതാ. ആദ്യം എഫിൽ നിന്ന് തെറ്റിപ്പോന്നു. എഫ് ഡി പി എസ് 2 തവണ ഇതാ. എഫ് പി ഡി എസ്. റെഡി. എഴുതി പോരട്ടെ. ആദ്യം എഫിൽ നിന്ന് ഇവിടെ, പിന്നെ എഫ് ഡി പി എസ്. ഒന്നുകൂടെ എഴുതിക്കോ. എഫ് ഡി പി എസ്. ലാസ്റ്റത്തെ അത് ഒരു സുഖമില്ല എന്നാലും വേണ്ടില്ല. ഓക്കെ, റെഡി. ഓക്കെ, ഇനി ആർട്ടി നമ്പർ ഇട്ടോ. ഞാൻ നമ്പർ ഇടാൻ മിസ് നമ്പർ ഇടും. ഞാൻ ഇവിടെ നിൽക്കാം. ഓക്കെ, എസ് നോക്കിയോ? അത് വലിയ ബുദ്ധിമുട്ടാ. ആദ്യത്തേതാണ് എസ്. ഫസ്റ്റ് വരുന്ന എസ് അല്ലേ? അപ്പൊ അതിന് 1 കൊടുത്തോ. ഒന്നാമത്തെ എസിന് 1 കൊടുക്കാം, രണ്ടാമത്തെ എസിന് 2 കൊടുക്കാം, മൂന്നാമത്തെ എസിന് 3 കൊടുത്തോ. എസ് എവിടെ കാണുന്നു? ഓർഡറിൽ ഇട്ടോ. 3 4. ഇനി എസ് എവിടെ? 5 5 6 6. യെസ്, കണ്ടുപിടിക്കുന്നില്ല. 7 8. ബോർഡിന്റെ അപ്പുറം കൂടെ ചെയ്താൽ മതി. അപ്പൊ റെഡിയാ മക്കളെ? 1s 2s 3s 4s 5s 6s 7s 8s. ഇനി പി എവിടെ സ്റ്റാർട്ട് ചെയ്യാം? പി രണ്ടാമത്തെ ഷെല്ലാണ്. എൽ ഷെല്ലിലാണ് പി. സോ പിക്ക് 2ൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, പി എല്ലിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ 2p. അടുത്തത് 3p 4p 5p 6p. ഇതാ 6p 7p. 7p കണ്ടില്ല, കുഴപ്പമൊന്നുമില്ല. അത്രയും വലിയ അറ്റോമിക് നമ്പറുള്ള എലമെന്റ് കോൺഫിഗറേഷൻ എഴുതാൻ ചോദിക്കത്തില്ല. ഓക്കെ, റെഡി. അടുത്തത് ഇനി ഡി ആണ്. എസ് പി ഡി. അടുത്തത് ഡി സ്റ്റാർട്ട് ചെയ്യുന്നത് 3ലാണ്. മൂന്നാമത്തെ ഷെല്ലിലാണ് ഡി ഉണ്ടാവുക. അപ്പൊ 3ൽ സ്റ്റാർട്ട് ചെയ്യണം ഡി. ഓക്കെ, 3D എവിടെ? പോലെ 3D. അടുത്ത ഡി ഇവിടെയാണ്. 4D. യെസ്. അടുത്തത് 5D. അടുത്തത് 6D. തെറ്റിപ്പോരുത്. ഡി കൊടുത്തു. ഇനി എഫ് ആണ്. എഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4ാമത്തെ ഷെല്ലിലാണ് എഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 4F എവിടെ? എവിടെ എഫ് സ്റ്റാർട്ട് ചെയ്ത? കളിക്കുക. 4F 5F. അത്രേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ടേക്ക് ഉണ്ട്. അങ്ങോട്ടേക്ക് വേണേ നിങ്ങൾക്ക് മിസ് ഒറ്റ തവണ ഞാൻ പറഞ്ഞോട്ടെ. എസ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. എസ് 2 തവണ എഴുതി. പിന്നെ അടുത്ത മിസ് പറഞ്ഞു എസ് 2 തവണ. പിന്നെ നമ്മൾ പിയിൽ നിന്ന് എസിലേക്കാണ്. രണ്ടാമത് പോകുന്നത് പിയിൽ നിന്ന് എസിലേക്കാണ്. അപ്പൊ പി എസ് 2 തവണ എഴുതി. അടുത്തത് മൂന്നാമത് പോകുന്നത് ഡി പി എസ്. അപ്പൊ ഡി പി എസ് 3 തവണ എഴുതി. അടുത്തത് 2 തവണ എഴുതി. ഡി പി എസ് 2 തവണ എഴുതി. ഓക്കെ, 2 തവണ. യെസ്. അടുത്തത് എഫിൽ നിന്ന് പി, എഫിൽ നിന്ന് ഡി, പിന്നെ പി, പിന്നെ എസ്. അപ്പൊ എഫ് ഡി പി എസ് 2 തവണ എഴുതി. അല്ല, നമ്മുടെ സബ്ഷെല്ലിന്റെ ഓർഡർ തന്നെ എഫ് പി ഡി എഫ്. ഇതിന്റെ പ്രത്യേകത മക്കൾ മനസ്സിലാക്കുന്നത് എത്ര വലിയ എലമെന്റ്, എത്ര വലിയ അറ്റോമിക് നമ്പറുള്ള എലമെന്റും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ സംഭവം മതി അല്ലേ? ചില കുട്ടികൾക്ക് സംശയമുണ്ട്, 4F ആദ്യം എഴുതണോ 5D ആദ്യം എഴുതണോ? അപ്പൊ ഈ ഒരു ഓർഡറിലായിരിക്കും എനർജി ഇൻക്രീസ് ചെയ്യുക. 1s 2s 4D ആണോ 5p ആണോ ഫസ്റ്റ് വരിക, അല്ലെ 4D ആണോ 5p ആണോ ഫസ്റ്റ് വരിക? ഓർഡർ വേറെ ട്രിക്ക് ഉണ്ട്. ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസി ആയിട്ട് എഴുതാം. അപ്പൊ ആദ്യം നമുക്ക് ഒരാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാലോ? സോഡിയം വിത്ത് അറ്റോമിക് നമ്പർ 11. ആർട്ടി ഒന്ന് എഴുതാം. ട്രിക്ക് ഞാൻ പഠിപ്പിച്ച. അപ്പൊ ആർട്ടി
സോഡിയത്തിൽ അറ്റോമിക് നമ്പർ 11 എന്ന് പറഞ്ഞാൽ മക്കൾ മനസ്സിലാക്കേണ്ടത് 11 ഇലക്ട്രോൺ. എത്ര? 11 ഇലക്ട്രോൺ ഉള്ളത്. എസിൽ കൊള്ളുന്ന ഇലക്ട്രോൺ 2 ആണ്. ഡിയിൽ കൊള്ളുന്ന ഇലക്ട്രോൺ 6 ആണ്. ഡിയിൽ കൊള്ളുന്ന ഇലക്ട്രോൺ 10. എഫില് 14. നോക്കാതെ പറഞ്ഞു. റെഡി, വെരി ഗുഡ്. എസിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. എസില് 2. അപ്പൊ 1s 2 എഴുതി, 2s 2 എഴുതി, 2p എന്റെ മുന്നിൽ ഇത് നേട് ചെയ്യോ? അപ്പൊ 6 4 10. ഒന്നുകൂടി 3s. യെസ്. അപ്പൊ 11 ഇലക്ട്രോൺസ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. മിസ് നമ്മൾ മറ്റേ സ്ലൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കോ? ഏത് സ്ലൈഡ്? ഫസ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇത് കണ്ടില്ലേ? 1s 2s 2p 3s കണ്ടില്ലേ? യെസ്. ഏത് എലമെന്റാണ് എഴുതാൻ പറ്റും? അടുത്ത പൊട്ടാഷ്യം വിത്ത് അറ്റോമിക് നമ്പർ 19. മക്കളെ 19 ഇലക്ട്രോണുകളുള്ള പൊട്ടാഷ്യം ആണ് അടുത്ത ആറ്റ്. അതും ഞാൻ എഴുതാം. അടുത്ത മിസ് ചെയ്താൽ മതി. 30 എനിക്ക് ഇഷ്ടം. 2 പോട്ടെ. 2 1s 2, 2s 2, കാരണം s മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ്. പറയുന്നില്ല. 6 ഇലക്ട്രോൺസ്. 6 ഞാൻ പറഞ്ഞിട്ട് വേണം. s വീണ്ടും 2, 3p 2, 4s 2, 20. ഇനി 10 കൂടി ഉള്ളൂ. 10 ഇവിടെ പോവല്ലോ. റെഡി? 20 ആയോ? ആകെ 19 തന്നെ ഉള്ളൂ. സോറി. അപ്പൊ 1 ഞാൻ എന്ത് ചെയ്യാ? സിങ്കാർന്ന് ചോദിച്ചു. അപ്പൊ 19 റെഡി. 6 4 10 18 19 റെഡി അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഇവിടെയാണ് എല്ലാവർക്കും തെറ്റുക. നോക്കിയേ, 4s ആണോ 3d ആണോ ആദ്യം വരിക? 4s ഫിൽ ആയിട്ടാണ് 3d ബേസ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ആ ടേബിൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ റെഡി അല്ലേ? അപ്പൊ എസിലും പിയിലും ഡിയിലും എഫിലും ഉള്ള ഇലക്ട്രോൺസ് ഒക്കെ നിങ്ങൾ 10th പഠിച്ചതാണ്. ലാസ്റ്റ് വൺ, സിങ്ക് വിത്ത് അറ്റോമിക് നമ്പർ 30. അറ്റോമിക് നമ്പർ 30 ഉള്ള സിങ്ക്. എസിൽ 2 ഇലക്ട്രോൺ, 2s എസിൽ 2 ഇലക്ട്രോൺ, 2p 6 ഇലക്ട്രോൺ, 3s 2 ഇലക്ട്രോൺ, 3p 6 ഇലക്ട്രോൺ, 4s 2 ഇലക്ട്രോൺ, 3d 10. 30. ഓക്കേ, ശരി. അല്ല എണ്ണം കാരണം പോകുന്ന ഡൗട്ട് ഉണ്ടായിരുന്നു. സിങ്ക് 3d 10 ആണെന്ന് അപ്പൊ 1s 2, 2s 2, 2p 6, 3s 2, 3p 6, 12, 18, 20, 30. എനിക്ക് റെഡി. അപ്പൊ 30 ഇലക്ട്രോൺ. യെസ്. അപ്പൊ ഇനി ഏത് തന്നാലും എന്താ 4p, then 5s, 4d, 5p, 6s. ഓക്കേ, അങ്ങനെ പോകാൻ പറ്റും. മിസ് അതെങ്ങനെയായിരുന്നു? ആദ്യം s വന്നു. s 2 തവണ എഴുതുക. പിന്നെ എസും എഴുതുക. പിന്നെ എസും പി എഴുതുക. പിന്നെ DPS, FDPS. ഇത് 2 തവണ പറഞ്ഞിരുന്നു. അതങ്ങ് തറോ ആവണം. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്? ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്? ഒരു ഡൗട്ട് ഉണ്ടാവരുത് എന്ന് കരുതി തന്നെയാണ്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ട്രിക്ക് സെറ്റ് ആണ്. അടുത്തത് ട്രിക്ക് നമ്പർ 2. ഒരു സംഭവമാണ് ട്രിക്ക് നമ്പർ 2. ANG-യുടെ സ്പെഷ്യൽ ഐറ്റം ആണ് ട്രിക്ക് നമ്പർ 2. n വാല്യൂ തന്നിട്ട് l വാല്യൂ എഴുതുക. ആർട്ടി നമ്മൾ ശരിക്കും n വാല്യൂ, l വാല്യൂവും ml ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് L0നും n-1 -L2 +L എന്നൊക്കെ വലിയ ഇക്വേഷൻസ് ഓർമ്മിച്ച് വെക്കേണ്ടി വരും. ഇതൊന്നും വേണ്ടല്ലേ? അതൊന്നും ഓർമ്മിച്ച് വെക്കാൻ പറ്റാത്ത മക്കൾ മാത്രം ഇത് യൂസ് ചെയ്യുക. അത് നിങ്ങൾക്ക് ആവശ്യം വരും. പക്ഷെ ഇത് ട്രിക്കാണ്. അത് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ട്രിക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. യെസ്. അപ്പൊ n എന്താണ് ആർട്ടി? n1 ആണെങ്കിൽ l ന്റെ വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ കോൺ നമ്പർ. n1 എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ കോൺ നമ്പർ കേശൽ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താ പറയാ? കേശലാണ്. n1 എന്ന് പറഞ്ഞാൽ n പ്രിൻസിപ്പൽ കോൺ നമ്പർ ആണ്. l സബ്സിഡറി കോൺ നമ്പർ അല്ലേ? യെസ്. ഇത് l റെപ്രസെന്റ് ചെയ്യുന്ന സബ്ഷെല്ലിനെയാണ്. പിനെയും ഡിനെയും എഫിനെയും ഒക്കെയാണ് റെപ്രസെന്റ് ചെയ്യുക. യെസ്. അപ്പോ n1 ആണെങ്കിൽ l ന്റെ വാല്യൂ n-നേക്കാൾ 1 കുറവുള്ള വാല്യൂ. n-നേക്കാൾ 1 കുറവ്. ട്രിക്ക് എന്താന്ന് വെച്ചാൽ l എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിലായിരിക്കും. എൻഡ് ചെയ്യുന്നത് n-നേക്കാളും ഒരു നമ്പർ കുറവായിരിക്കും. അപ്പൊ എല്ലായിടത്തും നമുക്ക് 0 ഇട്ട് വെക്കാം. എല്ലായിടത്തും 0 മാത്രമല്ല, എല്ലാത്തിലും 0 ഇട്ട് വെച്ചു. അപ്പൊ 0 ഇട്ട് വെച്ചു. ഇനി 0 മുതൽ എവിടം വരെ? മിസ് ഒറ്റ മിനിറ്റ്. അത് ഏറ്റവും നല്ല ടെക്നിക്ക് ശ്രദ്ധിച്ചോ. നിങ്ങൾ പറഞ്ഞു മിസ് പറഞ്ഞു, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. എന്ത് ചെയ്യണം? 0 സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ഇനി എവിടം വരെ പോവാർട്ടി? n-1. എന്താ പറയാ? n-1. n-നെ 1 കുറച്ച് വെക്കുക. 1-നേക്കാൾ 1 കുറവെന്ന് പറയുമ്പോൾ 0 തന്നെ. അല്ല, 1 1 പോയാൽ 0 to 0 ബിഗ് 0. അപ്പൊ ഇവിടെ n-നേക്കാൾ 1 കുറവെന്ന് പറഞ്ഞാൽ 2-നേക്കാൾ 1 കുറവ് 1. 0-ഉം 1. അപ്പൊ 0-ഉം 1 രണ്ട് വാല്യൂസേ ഉള്ളൂ. ഇവിടെ 3-നേക്കാൾ 1 കുറവെന്ന് പറഞ്ഞാൽ 2. അപ്പൊ 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. ആ 0ക്കും 2നും ഇടയിലുള്ള എല്ലാ നമ്പറും നിങ്ങൾ എഴുതണം. ഇനി n4 എന്ന് പറയുമ്പോ അതിനേക്കാൾ 3. അപ്പൊ 0ക്കും 3നും ഇടയിലുള്ള എല്ലാ നമ്പറും 2. ക്ലിയർ അല്ലേ? മിസ്റ്റർ ഒറ്റ തവണ ഒരു റൈസ് ചെയ്തു പറയോ? അല്ല, മിസ് ചെയ്ത് വെക്കും. ഒരു ഫ്ലോ കിട്ടും. അതൊക്കെ പറ. 2 തവണ ക്ലിയർ ആക്കണ്ടി കേട്ടോ മക്കളെ. ക്ലിയർ ആണ്.
അല്ല ഒന്ന് ഒറ്റ തവണ കൂടി എഴുതി കളി. ഓക്കെ, നോക്ക്. എല്ലിന്റെ വാല്യൂ എല്ലിന്റെ വാല്യൂ എപ്പോഴും സീറോയിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എല്ലിന്റെ വാല്യൂ എല്ലാവർക്കും സീറോ ഇട്ട് കൊടുക്കാം. റെഡി. ഓക്കെ അല്ലേ? ഇനി എന്നിനേക്കാളും 1 കുറവായിരിക്കും. എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ എന്നിനേക്കാൾ 1 കുറവായിരിക്കും. അപ്പൊ 1 ന്ന് 1 കുറച്ചാൽ 0 തന്നെ. അപ്പൊ അവിടെ ഒറ്റ വാല്യൂ ഉള്ളൂ, 0 എന്നുള്ള വാല്യൂ. ഓക്കെ, ഇനി n 2 ആണ്. 2വിനേക്കാൾ 1 കുറവെന്ന് പറഞ്ഞാൽ 1. അപ്പൊ 2 വാല്യൂസ് ആണ് പോസിബിൾ. L 0 ആകാം, 1 ആകാം. അടുത്തത് n 3 ആണ്. 3നേക്കാൾ 1 കുറവ് എത്ര? 2 ആണ്. അപ്പൊ 2 ഇവിടെ ഇതാ. അപ്പൊ 0നും 2നും ഇടയിൽ എത്ര ഉണ്ട്? 1 ഉണ്ട്. റെഡി അല്ലേ? അപ്പൊ 3 വാല്യൂസ് Lന് അവിടെ പോസിബിൾ ആണ്. അടുത്തത് n = 4. 4നേക്കാൾ 1 കുറവ് 3. അപ്പൊ ഏതൊക്കെയാ? 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇതാണ് നിങ്ങൾ 0 to n - 1 എന്ന് പറഞ്ഞ് പഠിക്കുന്നത് ഇക്വേഷൻ. ആ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പൊ ഒരു കാര്യം, n ന് 1 ആണെങ്കിൽ L ന് വാല്യൂ എത്രയാ? 0 എന്ന് പറഞ്ഞാൽ ഒരു സബ് ഷെൽ. K എന്ന് പറഞ്ഞ മെയിൻ ഷെല്ലിനുള്ളിൽ ഒരു സബ് ഷെൽ ഉണ്ട് അല്ലേ? പിന്നെ മിസ് L എന്ന് പറഞ്ഞാൽ 2 ആണെങ്കിൽ 0യും 1ഉം 2 സബ് ഷെൽ ഉണ്ട്. അത് വേണേ ഞാനൊന്ന് കാണിക്കാറട്ടെ. നമ്പർ ഓഫ് സബ് ഷെൽ കൂടി കാണിച്ചു. ഇത് നോക്കോ. L0 K ഷെല്ലില് ആകെ K ഷെല്ല്, L ഷെല്ല്, M ഷെല്ല്, N ഷെല്ല്. Kയിൽ എത്ര സബ് ഷെൽ ഉണ്ട്? ഒരു സബ് ഷെൽ ഉണ്ട്. Kയുടെ ഒരു സബ് ഷെൽ ഉള്ളൂ. S സബ് ഷെല്ലാണ്. L-ലും 2 സബ് ഷെൽ ഉണ്ട്, S ഉം P യും. റെഡി അല്ലേ? S ഉം P യും. രണ്ട് വാല്യൂ വരുമ്പോൾ S ഉം 1 വരുമ്പോൾ P യും. ഓക്കേ അല്ലേ? M ല് 3 സബ് ഷെൽ ഉണ്ട്. S P D. S ന് L വാല്യൂ 0 1 2. റെഡി. അതും പഠിച്ചവര്. എല്ലിന്റെ വാല്യൂ പഠിച്ചു. എല്ലിന്റെ വാല്യൂ പഠിച്ചു. ഇനി അടുത്ത നോക്കട്ടെ. അത് കുഴപ്പമില്ല. S ഉം P യും D യും F ഉം ഉണ്ട്. 0 1 2 3. അപ്പൊ മക്കൾ മനസ്സിലാക്കി. എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ S ആണെന്ന് മനസ്സിലാക്കുക. എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ P ആണ്. എല്ലിന്റെ വാല്യൂ 2 ആണെങ്കിൽ D ആണ്. ക്ലിയർ അല്ലേ? ഇങ്ങനെ ഓർത്താ മതി. 0 1 2 3 S P D F. സിമ്പിൾ. എല്ലിന്റെ വാല്യൂ 0 വന്ന S രണ്ടാമത്തെ ടെക്നിക്ക് കിട്ടിയില്ല. അടിപൊളിയല്ലേ? രണ്ടാമത്തെ ടെക്നിക്ക് ഓക്കെ ആണ്. അപ്പൊ 6 ട്രിക്ക് 6 ട്രിക്സിൽ രണ്ടാമത്തെ ട്രിക്സും കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ ട്രിക്സിലേക്കാണ് പോകുന്നത്. അടിപൊളി ട്രിക്ക്. വീണ്ടും അടുത്തത് L വാല്യൂ തന്നിട്ട് M ന്റെ വാല്യൂ എഴുതാൻ ചോദിച്ചാൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുക? ഇത് ആർട്ടി പറഞ്ഞു. M വാല്യൂ തന്നിട്ട് ഇത് എന്റെ ട്രിക്ക് ആണല്ലോ അല്ലേ? എല്ലിന്റെ വാല്യൂ എല്ലിന്റെ വാല്യൂ തന്നിട്ട് എമ്മിന്റെ വാല്യൂ ചോദിച്ചാൽ എങ്ങനെ എഴുതാൻ പറ്റും? എനിക്ക് ഇവിടെ എഴുതാൻ ബുദ്ധിമുട്ട്. എല്ലിന്റെ വാല്യൂ 0. എല്ലിന്റെ വാല്യൂ 0 ആണ്. എമ്മിന്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും? 0 തന്നെ ആയിരിക്കും. -0 to +0 അല്ലേ? ടെക്നിക്കിലൂടെ പറഞ്ഞു. എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ എമ്മിന്റെ വാല്യൂ 0. അത് ഓർമ്മിച്ച് വെക്കാൻ എളുപ്പമല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ എല്ലിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? -1 ഉം +1 ഉം ഇടുക. അതിനിടയിൽ ഒരു നമ്പർ ഉണ്ട്. ഏതാ? 0. എഴുതിക്കോ 0. അപ്പൊ -1 നും +1 നും ഇടയിൽ ഏതൊക്കെ നമ്പർ ഉണ്ടോ ആ നമ്പേഴ്സ് ഒക്കെ എന്തിന് പോസിബിൾ ആണ്? എമ്മിന് പോസിബിൾ ആണ്. മിസ് അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലൈൻസ് ഇട്ടോട്ടെ നമുക്ക്. അതെ എനിക്കൊന്ന് കൺഫ്യൂഷൻ വരില്ല. ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഓക്കെ 1 ഇവിടെ ഒരു സ്പേസ് ഇല്ല അല്ലേ? അവിടെ കേട്ടോ. ഓക്കെ റെഡി. അത് കുഴപ്പമില്ല, നമുക്ക് എഴുതാം. ഓക്കെ. അപ്പൊ എല്ലിന്റെ വാല്യൂ മക്കൾ ചോദിക്കുക. എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ എമ്മിന്റെ വാല്യൂ എന്തൊക്കെ പറയാ? -1 ഇടുക, +1 ഇടുക. അതിനിടയിൽ വരുന്ന എല്ലാ നമ്പേഴ്സും നിങ്ങൾ ഇടുക. എന്തോ എഴുതി വെച്ചാൽ റെഡി. അപ്പൊ +1 ഇട്ടോ. -1 ഉം +1 ഉം അതിനിടയിലുള്ളത് 0. ഇനി എമ്മിന്റെ വാല്യൂ മക്കളൊന്നും ആലോചിച്ച് നോക്കിയേ. എല്ലിന്റെ വാല്യൂ 2 ആണ്. എല്ലിന്റെ വാല്യൂ 2 ആണെങ്കിൽ എന്താ വരിക? -2 ഉം +2 ഇടുക. -2 ഉം ഇടുക, +2 ഉം ഇടുക. അതിനിടയിൽ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടോ അതൊക്കെ എഴുതുക. -1 വരുന്നു, 0 വരുന്നു, 1 വരുന്നു. അപ്പൊ -2 -1 0 1 2 ഇത്രയുമായിരിക്കും എമ്മിന്റെ ക്ലിയർ അല്ലേ? ഇനി 3 കണ്ട ഉടനെ എന്തിടണം? -3 ഇടുക, +3 ഇടുക. മക്കളെ ശ്രദ്ധിക്കുക. -3 ഇടുക, +3 ഇടുക. അതിനിടയിലുള്ള എല്ലാ നമ്പറും അങ്ങോട്ടും. അപ്പൊ -3 യുടെ ഇടയിൽ എന്തൊക്കെയുണ്ട് നമ്പർ? -3 -2 -1 0 1 2. എത്ര വാല്യൂസ് ആണ്? ഇത്രയും വാല്യൂസ് പോസിബിൾ ആണ്. ഇത്രയും അങ്ങോട്ട് എഴുതണോ? കാണാം, കുഴപ്പമൊന്നുമില്ല. -3 -3 -2 -1 0 1 2. ക്ലിയർ അല്ലേ? 4 ആണെങ്കിൽ -4 ഉം +4 ഇടുക. അതിനിടയിലുള്ള എല്ലാ വാല്യൂസും എഴുതുക. 5 ആണെങ്കിൽ -5 ഉം +5 ഇടുക. അതിനിടയിലുള്ള എല്ലാ വാല്യൂസും. ഈസി അല്ലേ? എല്ലിന്റെ വാല്യൂ 0 സ്റ്റാർട്ട് ചെയ്യുന്നു. മിസ് കറക്റ്റ് 0 സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അങ്ങോട്ട് എഴുതുക. എമ്മിന്റെ വാല്യൂ വന്നപ്പോ -L to +L. ഇതാണ് ശരിക്കും നിങ്ങൾ -L to +L എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യാണ്ട്
വെറുതെ ട്രിക്ക് നിങ്ങളില്ലേ, നിങ്ങൾ ആലോചിക്കേണ്ടത് കോണ്ടന്റ് നമ്പേഴ്സ് പഠിക്കണമെങ്കിൽ ഈ ടോപ്പിക് മാത്രം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഒന്ന് എന്നിന്റെ വാല്യൂ എഴുതി വെക്കുക, പിന്നെ എല്ലിന്റെ വാല്യൂ എഴുതി വെക്കുക, പിന്നെ എമ്മിന്റെ വാല്യൂ എഴുതി വെക്കുക. ഇത് മാത്രം എഴുതി വെക്കുക. എന്നാൽ പോലും മക്കൾക്ക് 3 മാർക്ക്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ഇത് തന്നെയാണ് തോന്നുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ട്രിക്ക് നമ്പർ 3 കടക്കാണ്. യെസ്, 3 എന്താണ് ആർട്ടി? ഈസി ട്രിക്ക് ആണ്. ഹയസ്റ്റ് എനർജി ഇത് ആർട്ടി തന്നെ പറഞ്ഞു. അത് 2 ഓർബിറ്റൽ തന്നിട്ട് ഇതിൽ ഏത് ഓർബിറ്റലിനാണ് എനർജി കൂടുതൽ എന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കും? n+l വാല്യൂ എന്നുള്ള ഇക്വേഷൻ, n+l വാല്യൂ ലാസ്റ്റ് പറഞ്ഞു ഇക്വേഷൻ പറയല്ലേ. അപ്പൊ ട്രിക്സ് പറയാ, നോക്കിക്കോ. നിങ്ങൾ എന്ത് ചെയ്യാ, n ന്റെ വാല്യൂ എത്രയാ? 3 അല്ല മിസ്, 3 അല്ലേ? അടുത്ത s ന്റെ വാല്യൂ ഇവിടെ നോക്കിക്കോ. s 0 ആണ്. 0 3 + 0 എത്ര കിട്ടി? 3 കിട്ടി. ഇവിടെ 3 പ്ലസ് ആൻസർ പറയണം. 3 + b ക്ക് 1 എത്ര കിട്ടി? 4 കിട്ടി. 4 ആണോ 3 ആണോ വലുത്? 4 ആണ്. സോ 4 എനർജി കൂടുതൽ ആരെക്കാളും? 3-നേക്കാളും അല്ലേ? 3p ആണ് 3s നേക്കാളും കൂടുതൽ. യെസ്, ക്ലിയർ ആണോ? ഓക്കേ ആണോ? അടുത്ത 3d ആണ്. ഓക്കേ, 3d n+l വാല്യൂ, n+l വാല്യൂ 3d എന്ന് കാണുമ്പോൾ 3 എടുത്ത് എഴുതുക. പ്ലസ് d യുടെ എത്രയാണെന്ന് കാണിച്ചാൽ l വാല്യൂ 2. l വാല്യൂ 2 ആണ്. അപ്പോൾ 3 + 2 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇവിടെ 4s ആണ്. അപ്പോൾ 4 + s ന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 4 + 0 4. മക്കളെ 5 ആണോ 4 ആണോ വലുത് വെച്ചാൽ 5 തന്നെയാണ് വലുത്. റെഡി അല്ലേ? 5 ആണ് വലുത്. അപ്പോൾ 3d ആണ് എനർജി കൂടുതൽ. 2 ഓർബിറ്റിൽ തന്നിട്ട് ആർക്കാണ് എനർജി കൂടുതൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, n+l വാല്യൂ നോക്കുക. ഇതാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? n+l. ഇപ്പൊ അവർക്ക് n+l വാല്യൂ ഒന്നും അറിയൂല എങ്കിൽ അവർ ഇത് മാത്രം പഠിച്ചാൽ മതി. ഈ ടേബിൾ മാത്രം ഓർമ്മിച്ചാൽ മതി. അതെ, ആ കാണുന്ന നമ്പർ അതുപോലെ എഴുതുക. എന്നിട്ട് SPDF ന് എന്ത് വാല്യൂ നമ്മൾ പറഞ്ഞു. s ന് 0 ആണ്, p ക്ക് 1 ആണ്, d ക്ക് 2 ആണ്, f ന് 3 ആണെന്ന് പറഞ്ഞല്ലേ. ഈ സ്ലൈഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലൈഡ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം അല്ലേ? അപ്പോ ട്രിക്ക് നമ്പർ 4 അടിപൊളി. 3 ഇത് ഒരു 1 മാർക്ക് ക്വസ്റ്റൻ ആണ്. ഇത് 1 മാർക്ക് ക്വസ്റ്റൻ, ഓണം എക്സാമിന്റെ 1 മാർക്ക് ക്വസ്റ്റൻ ആണ് ഇത്. n+l വാല്യൂ വെച്ച് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. എനിക്ക് ആർട്ടി ഒരു സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ഒരു 40% നമ്മൾ ഇമ്പോർട്ടന്റ് ടോപ്പിക് കഴിഞ്ഞു. ഇനി പഠിക്കാനുള്ളത് ആംഗുലർ നോട്ട്സും റേഡിയൽ നോട്ട്സും ആണ്. ഒരു പക്ഷേ നിങ്ങൾ +1 പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, നിങ്ങൾ മിക്കവാറും കേട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു സാധനങ്ങൾ ഒന്നാണ് ആംഗുലർ നോട്ട്സ്. ആംഗുലർ നോട്ട്സ് എനിക്കൊന്ന് കഴിഞ്ഞ മുന്നിലത്തെ വർഷവും 1 മാർക്കിന് ചോദിച്ചതാണ്. നോട്ട്സ് എന്നാൽ ന്യൂക്ലിയസ് ഒരു സ്പേസ്, ഇലക്ട്രോൺ കാണപ്പെടാൻ ചാൻസ് ഇല്ലാത്ത ഒരു മേഖല, അതിനെ വിളിക്കുന്ന പേരാണ് നോട്ട്സ്. അപ്പൊ ആദ്യം 2s ആണ്. 2sലുള്ള ആംഗുലർ നോട്ട്സും റേഡിയൽ നോട്ട്സും എഴുതണം. നമ്മൾ n വാല്യൂ എഴുതണം, n വാല്യൂ എഴുതണം. അല്ല മിസ്സിന് n വാല്യൂ എനിക്ക് വയ്യ. ഓക്കെ, n വാല്യൂ ഞാനിങ്ങനെ പറഞ്ഞു. n വാല്യൂ 2. 2s എന്ന് പറയുമ്പോൾ n വാല്യൂ 2 ആണ്. l വാല്യൂ എത്രയാണ്? 0. l വാല്യൂ 0. അത് ഞാൻ പറഞ്ഞു. ഡോണ്ട് വറി, ഞാൻ പറഞ്ഞു. l വാല്യൂ 0. റെഡി അല്ലേ? s എന്ന് പറയുമ്പോൾ l വാല്യൂ 0 ആണ്. മിസ് ഇല്ലേ എന്നോട് നോക്കാനാ പറയുന്നത് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു l വാല്യൂ 0 എന്ന് പറയാ. l വാല്യൂ 0. അപ്പൊ 3d എന്ന് പറയുമ്പോൾ n വാല്യൂ 3 എഴുതുക. l വാല്യൂ d യുടെ വാല്യൂ എത്രയാ? 2 എഴുതുക. യെസ്, രണ്ടാക്കും ഒരുമിച്ച് ചെയ്താൽ മതി കേട്ടോ. 4p എന്ന് പറയുമ്പോ 4 ഇവിടെ എഴുതുക, p യുടെ വാല്യൂ 1 ഇവിടെ എഴുതുക. അപ്പൊ n-ഉം കണ്ടുപിടിച്ചു, l-ഉം കണ്ടുപിടിച്ചു. ഇനി ആംഗുലർ ആൻസർ ആയി. n+ നോക്കിയേ, n-ഉം l-ഉം കണ്ടുപിടിച്ചാൽ ആൻസർ ആയി. വേറെ ഒന്നും നോക്കണ്ട. ആംഗുലർ നോട്ട്സ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ട? l വാല്യൂ നോക്കിയാൽ മതി. l വാല്യൂ ഈ വാല്യൂ നേരെ ഈ കോളം ഇങ്ങോട്ടേക്ക് പകർത്തി എഴുതിക്കോ. 0 2 1 സിമ്പിൾ ടെക്നിക്കാണ്. ആംഗുലർ നോട്ട്സ് കിട്ടി. ക്ലിയർ അല്ലേ? എല്ലിന്റെ വാല്യൂ ഏതാണോ? ഇപ്പൊ 2s എത്ര ആംഗുലർ നോട്ട്സ് ഉണ്ട്? 0. 3d ക്ക് എത്ര ആംഗുലർ നോട്ട്സ് ഉണ്ട്? 2. 4p ക്ക് എത്ര ആംഗുലർ നോട്ട്സ് ഉണ്ട്? 1. സിമ്പിൾ. കഴിഞ്ഞു. ക്ലിയർ അല്ലേ? അടുത്തതിന് കണ്ടുപിടിക്കേണ്ടത് റേഡിയൽ നോട്ട്സ്. റേഡിയൽ നോട്ട്സ് കാണണമെങ്കിൽ n+l വാല്യൂ കാണാൻ ഒന്ന് കുറയ്ക്കാം. ഒന്നുമില്ല, ഈ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം കൂടെ ആഡ് ചെയ്യാ. 2 + 0 എത്ര ആർട്ടി? മിസ് ആൻജെ അതോടെ ഒരു പ്രോബ്ലം വരില്ല. അതിൽ പിള്ളേർ കൺഫ്യൂഷൻ ആകും. 2 + 0 ആഡ് ചെയ്താൽ എത്ര കിട്ടാ? 2 + 0 2 അല്ലേ? ആ 2ൽ നിന്ന് 1 കുറച്ചാൽ എന്ത് കിട്ടും? 3 ആണോ? 1. റെഡി? 1. ഓക്കെ. അടുത്ത പറ കളിക്കാം. ഓക്കെ, 3 + 2. ഈ രണ്ട് കോളം ആഡ് ചെയ്ത് എത്ര? 3 + 2 5 ആണ്. 5 നിന്ന് കുറച്ചാൽ എത്ര കിട്ടി? 4 കിട്ടടാ. അപ്പൊ 4 ആണ്. റെഡി? 4 + 1. 4 + 1 എത്ര ആർട്ടി? 5. 5 ഒന്ന് കുറച്ചാൽ 4. യെസ്, റെഡി. ആംഗുലർ നോട്ട്സ് കിട്ടി. റേഡിയൽ നോട്ട്സ് കിട്ടി. അപ്പൊ റേഡിയൽ നോട്ട്സ് കിട്ടിയാലോ? n-ന്റെ വാല്യൂ ആഡ് ചെയ്യുക, ഒന്ന് കുറയ്ക്കുക. കിട്ടില്ലേ? കണ്ടേ? എല്ലാം അതേ കോളം പകർത്തി എഴുതുക. റേഡിയൽ നോട്ട്സ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് കുറയ്ക്കുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് കുറയ്ക്കുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് കുറയ്ക്കുക.
എന്താ സിമ്പിൾ അല്ലെ? ആംഗുലർ നോട്ട്സും റേഡിയൽ നോട്ട്സും കിട്ടിയില്ലേ? പടപടാന്ന് പറഞ്ഞ ആൻസർ ആയില്ലേ? നിങ്ങൾ ആലോചിക്കുക, 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട്. പിന്നെ ഒരു കാര്യം ഓർമ്മിക്കുക, ഇതല്ലാതെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കൂല അല്ലെ? 2Sഉം 3Dയും 4P ഒന്നും അല്ലാതെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഏത് ചോദിച്ചാലും എസിന്റെയും പിയുടെയും ഡിയുടെയും എഫിന്റെയും വാല്യൂ നമ്മൾ തന്നിട്ടുണ്ട്. ഒന്നും നോക്കണ്ട, ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ക്ലിയർ ആണ്? സെറ്റ് ആണ്? അടുത്തത് ട്രിക്സ് നമ്പർ 5. ഒരു ട്രിക്സ് കൂടി ബാക്കിയുള്ളൂ. ആ ട്രിക്സ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാപ്റ്ററിന്റെ 40% മാർക്കും കയ്യിലായിട്ടുണ്ട്, ഉറപ്പാണ്. അപ്പൊ റൈറ്റ് ഡൗൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് FE, FE2+, FE3+. സ്കൂട്ടി വിക്രമൻ ഫിക്കോ നിക്കൂസൺ. അതൊന്ന് എഴുതി കൊടുക്കുക ആദ്യം. അതായത് ഡി ബ്ലോക്കിൽ അത് എഴുതിക്കോ. 3D സീരീസിലെ എലമെന്റുകളെ പരിചയപ്പെടണേ, അത് ഞാൻ എഴുതും. ബാക്കി അറ്റോമിക് നമ്പർ 20 ഞാൻ പിന്നെ എഴുതൂല, ഇത് ഞാൻ എഴുതി നിർത്തി. അറ്റോമിക് നമ്പർ 21 തൊട്ട് സ്കാൻസിയം തൊട്ട് സിങ്ക് വരെയുള്ള ആൾക്കാരെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. അവരുടെ ആയിരിക്കും ഇതേപോലെ എഴുതാൻ ചോദിക്കുക. സ്കൂട്ടി വിക്രമൻ ഫിക്കോ പറ. ഫിക്കോ അയ്യോ കിട്ടുവോ? അവിടെ കിട്ടുവോ? നിക്കൂസൺ. ലാസ്റ്റ് ആർട്ട് എഴുതുന്ന അപ്പുറത്തെ പഞ്ചായത്ത് റെഡി. സ്കൂട്ടി ഇതെങ്ങനെ പഠിച്ചാൽ മതി? സ്കൂട്ടി വിക്രമൻ ഫിക്കോ നിക്കൂസൺ പറ. ഒരൊറ്റ കാര്യം പറയട്ടെ, ഇത് സെഡ് ആണ്, ആറാണ്. ക്രോമിയത്തിനൊന്ന് വൃത്തിയാക്കണം എന്ന് എനിക്കും തോന്നി. അത് ചെറിയൊരു പ്രശ്നമല്ലേ? ക്രോമിയം റെഡി. നമ്മള് പണ്ട് ഈ പടം വരച്ചിട്ട് കാക്ക പറന്നു പോകുന്ന പോലെ ഒരു സാധനം വരയ്ക്കില്ലേ? സ്കൂട്ടി വിക്രമൻ, സ്കൂട്ടി വിക്രമൻ ഫിക്കോ നിക്കൂസൺ. കോഡ് പറഞ്ഞ അപ്പോഴത്തേക്ക് ഞാൻ ഇവരുടെ അറ്റോമിക് നമ്പർ എഴുതിക്കും. അപ്പൊ ഒന്ന് പഠിച്ചോ. സ്കൂട്ടി വിക്രമൻ ഫിക്കോ നിക്കൂസൺ. സ്കൂട്ടി സ്കാൻഡിയം ടൈറ്റാൻ, സ്കൂട്ടി വിക്രമൻ വനേഡിയം, ഓക്കേ, ക്രോമിയം മാംഗനീസ് അയൺ കൊബാൾട്ട് നിക്കൽ കോപ്പർ ആൻഡ് സിങ്ക്. യെസ്. അപ്പോൾ അറ്റോമിക് നമ്പർ 21 മുതൽ 30 വരെയുള്ള ആളുകളെ നമ്മൾ എഴുതി. ആർട്ടി എടാ ഇതിന്റെ ഒക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ എൻജെയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. റെഡി, ഒരു രക്ഷയില്ല. നോക്കാം മക്കളെ, ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ ആരുടെ വേണേലും ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസി ആയിട്ട് എഴുതാം. ഇവരുടെ എല്ലാവരുടെയും ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ 3Dയും 4Sഉം ആയിരിക്കും വരിക. നമ്മള് നിയറസ്റ്റ് നോബിൾ ഗ്യാസ് ആർഗൺ ആണ്. അപ്പൊ ആർഗണിന് ശേഷം 3Dയും 4Sഉം ആണ് മൊത്തം ആൾക്കാർക്കും വരിക. ഇനി ആർട്ടി പറഞ്ഞു, ആർട്ടിക്ക് ആരുടെയാ കാണേണ്ടത്? എനിക്ക് സ്കാൻഡിയം തൊട്ട് മാംഗനീസ് കണ്ടാൽ മതി. മാംഗനീസ് അറ്റോമിക് നമ്പർ 25 ആണ്. അപ്പൊ രണ്ടായിട്ട് കട്ട് ചെയ്യാം. മാംഗനീസിനെ കാണാൻ പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. മാംഗനീസിനെ കാണാൻ എങ്ങനെ നോക്കാം? അപ്പുറത്തോട്ട് എഴുതിയാലോ? മാംഗനീസ് അറ്റോമിക് നമ്പർ 25 ആണ്. മക്കളെ നിങ്ങൾ ഈ അറ്റോമിക് നമ്പറിനെ രണ്ടായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ആദ്യം കാണുന്ന ഇലക്ട്രോൺസിനെ ആദ്യം കാണുന്ന നമ്പർ 4Sലും പിന്നെ കാണുന്നത് അവിടെ തന്നെ ഇവിടെ വേണ്ട, അവിടെ തന്നെ എഴുതാക്കി നന്നാവും, മനസ്സിലാവും. ഓക്കെ, അപ്പൊ 3Dയില് അല്ല അതല്ല മിസ്, ഞാൻ അടുത്ത കോളം തന്നെ, അടുത്ത കോളം ഇത് വേണ്ടെന്ന് പറയാ. അപ്പൊ അതിൽ തന്നെ ഫിൽ ചെയ്യാൻ പറ്റും നിൽക്കുന്നത്. അതായത് ഇത് 4s2 3d5. അപ്പൊ കുറച്ചുകൂടി ഈസി ആവും എനർജിയുടെ ഓർഡർ വരുമ്പോ 3d5 4s2. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം കാണുന്ന 2 ഇലക്ട്രോൺ 4Sല്, പിന്നെ കാണുന്ന 5 ഇലക്ട്രോൺ 3Dയില്. ആർട്ടി പറഞ്ഞ എനിക്ക് മനസ്സിലായി. ഓക്കെ, റെഡി അല്ലേ? 4s2 3d5. അടുത്തത് അയൺ. അയൺ ആണ് ഇപ്പൊ ചോദിച്ചത്. വിത്ത് അറ്റോമിക് നമ്പർ 26. 26നെ രണ്ടായിട്ട് കട്ട് ചെയ്യാൻ നിങ്ങൾ ആദ്യം കാണുന്നത് 4s എഴുതുക, രണ്ടാമത് 3d എഴുതുക. എന്ത് രസം അല്ലേ? നിങ്ങൾ ആലോചിക്കണം, നമ്മൾ തമാശ പറയുന്നുണ്ട് പോലും വളരെ ഈസി ആയിട്ട് ആ സീരീസ് മൊത്തം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു വെക്കുക ചെയ്യുന്നത് അല്ലേ? ഇനി വേണം ഒരാളെ കൂടെ ലാസ്റ്റ്. നിക്കൽ അറ്റോമിക് നമ്പർ 28 ആണ്. രണ്ടായി കട്ട് 28 ആയിട്ട് കട്ട് ചെയ്തോ? 28 ആയിട്ട് കട്ട് ചെയ്തിട്ട് ആദ്യം കാണുന്ന 4Sല് 2 3Dയിൽ 8. ഒരു സെക്കൻഡ്, എന്താ സാധനം? രണ്ടായിട്ട് കട്ട് ചെയ്തതാ. രണ്ടായിട്ട് കട്ട് ചെയ്തു. ഒരു വര കൊടുത്താൽ വൃത്തിയാവുന്നതായിരിക്കും. ഓക്കെ, 4s2 പറ. 4s2 3d8. റെഡിയല്ലേ? 4s2 3d8. ക്ലിയർ അല്ലേ? ഓക്കെ, 4s2 3d8. ക്ലിയർ അല്ലേ? അപ്പൊ ഏത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റില്ലേ? സ്കൂട്ടി വിക്രമൻ ഫിക്കോ നിക്കൂസണിൽ ഏത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എഴുതാനുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നോക്ക 4Fe+ എന്ന് പറയുമ്പോ ഒരു ഇലക്ട്രോൺ ലോസ് ആവുന്നുണ്ട്. അത് എസ്സിൽ നിന്നാണ്. 3 ക്വസ്റ്റ്യൻ ഉണ്ട്. Fe2+ ഒക്കെ ഉണ്ടല്ലേ? അപ്പൊ അവർ കൊടുത്താ പോലെ എവിടെയായിരുന്നു ഈ ക്വസ്റ്റ്യൻ തന്നെ. അപ്പൊ നമ്മളൊക്കെ എങ്ങനെ അത് മാറ്റി ചെയ്ത് Fe2+, Fe3+, അത് മാത്രം എഴുതാൻ പറ്റും നമുക്ക്. പോലെ അത് മാത്രം ആൻസർ കൊടുക്കില്ല. Fe എന്ന് പറയുമ്പോ നമ്മൾ പറഞ്ഞു Fe എന്താണ്? 3d6 26 ആണ്. അപ്പൊ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 3d6 4s2. അടുത്ത Fe2+. 2 ഇലക്ട്രോൺ പോട്ടെ. എവിടെ നാട്ടി പോവാ? 3d 4s പോവും. 4s 2 ഇലക്ട്രോൺ പോയി. Fe2+ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ 4s നഷ്ടപ്പെട്ടു. അപ്പൊ എന്തായി മാറി? 3d6 ആയി മാറി. ക്ലിയർ അല്ലേ? Fe3+ എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോൺ ലോസ്
അതായത് 4s 2 ഇലക്ട്രോൺ പോകും 3d 1 ഇലക്ട്രോൺ പോകും. അപ്പൊ എന്തായി മാറി? 3d5 ആയിട്ട്. Yeah, it's 3d5, right? Okay അല്ലേ? Yes, moving to the last trick. അടിപൊളി 6ാമത്തെ ട്രിക്കിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിച്ചോ, അടിപൊളിയായിട്ട് 6ാമത്തെ ട്രിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ ഏകദേശം ഫുൾ ആയില്ലേ? അല്ല, ഇനി ട്രിക്സുമായിട്ട് ഇനി ഞങ്ങൾ വരും. ട്രിക്സുമായിട്ട് ഇനി ലൈവുകളിൽ നിരന്തരം ഞങ്ങൾ വരും അല്ലേ? മാത്രല്ല സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസിന്റെ ലൈവ് 3 ലെവലാണ്. ഒന്ന് ട്രിക്സ് ആണ്, ഫസ്റ്റ് സെഷൻ ട്രിക്സ് ആയിരിക്കും, പിന്നെ സെക്കൻഡ് സെഷൻ A+, പിന്നെ ഫുൾ മാർക്കിന്റെ ടഫസ്റ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ ലൈവിൽ വരുന്നതായിരിക്കും. നെക്സ്റ്റ് മൺഡേ അല്ലേ? ഓക്കേ, വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കേ, അപ്പോൾ ട്രിക്സ് 6ാമത്തെ ട്രിക്സ് പറയാൻ. ലാസ്റ്റ് ട്രിക്ക് ഇതാണ്, സ്പെക്ട്രൽ ലൈൻസ് ഫോർ അറ്റോമിക് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ സ്പെക്ട്രൽ ലൈൻസ് പഠിക്കാനുള്ള ഏതൊക്കെ പറ? ഒരുപാട് ലൈൻസ്, ലൈമൻ സീരീസ്, ബാൾമർ സീരീസ്, പാഷ്കൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് എങ്ങനെ പഠിച്ചു വെക്കണ്ടേ? ഒന്നുമില്ല. ഇപ്പൊ സിമ്പിൾ ട്രിക്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സീരീസ് ഓർമ്മിച്ച് വെക്കാം. തുടങ്ങിക്കോ, ധൈര്യമായിട്ട് തുടങ്ങിക്കോ, ധൈര്യമായിട്ട് തുടങ്ങിക്കോ. ഓക്കെ, ഹൈഡ്രജൻ സ്പെക്ട്രം. ഇത് ഇവര് കുറെ പറയുന്ന ലോ ബി പി എന്ന് പറഞ്ഞിട്ട് ലോ ബി പി ലോ ബി പി റെഡിയാ? ലോ ബി പി കേൾക്കണ്ട, പ്രത്യേകം ഓർഡർ പഠിച്ചു വെക്കാൻ വേണ്ടിട്ടാണ് ലോ ബി പി എന്ന് എന്നുള്ളത് ഇപ്പൊ പറയണ്ട. ജസ്റ്റ് നിങ്ങൾ ലോ ബി പി എന്നുള്ള സാധനം പഠിച്ചു വെക്കുക. ലോ ബി പി എന്നുള്ള സാധനം പഠിച്ചു വെക്കുക. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് ഓർമ്മിക്കുക. അടുത്തത് എന്താണ്? UV I ക്യൂബ് എന്ന് ഓർത്ത് വെക്കാം. അത് ഞാൻ ഇവിടെ ഇരിക്കോ? ഇങ്ങനെ വരച്ചാലോ? ഓ, UV I ക്യൂബ്. യെസ്. അവ നോക്കുക, UV എഴുതുക, I എഴുതുക. 3 I ക്യൂബ് തന്നെ 3 I ട്ടോ. ഓക്കേ, UV I ക്യൂബ്. ഇനി മക്കളെ താഴേക്ക് നിങ്ങൾ 1 2 3 ശരിക്കും മിസ്സേ കഴിഞ്ഞില്ലേ? ശരിക്കും ഇത് കഴിഞ്ഞില്ലേ? ശരിക്കും എത്ര വേഗം പഠിക്കാൻ പറ്റില്ലേ? അപ്പൊ നിങ്ങൾ താഴേക്ക് ഇതൊന്നും കൂടെ മാറ്റി എഴുതാം. ലോ ബി പി ഒന്നുകൂടി പറയട്ടെ. ലോ ബി പി എന്ന് എഴുതാം. ലോ ബി പി എന്ന് എഴുതാം. അപ്പൊ UV I ക്യൂബ്. അപ്പൊ നിങ്ങൾക്ക് 2 കാര്യം പഠിച്ചു. ഏതൊക്കെ സീരീസ് എന്നും പഠിച്ചു, ഏതൊക്കെ റീജിയനിലാണെന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി നിങ്ങൾ താഴേക്ക് 1 2 3 4 5 ഇടുക മക്കളെ. അതേപോലെ 1ന്റെ ബാക്കി എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ഇടുക. 2 3 4 5 3 4 5 etc. 4 5 6. അടിപൊളി, രക്ഷയില്ല. 5 6 7 റെഡി. കുത്തിട്. 6 7 8. പക്ഷെ മിസ് നമ്മൾ എന്തൊക്കെ തമാശ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മളൊക്കെ ഇത് ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് പഠിച്ച കുറെ കാര്യങ്ങളാണ്. ഇതൊന്നും എന്ത് ചെയ്യാ എന്നിന്റെ നിങ്ങൾക്കറിയാം. പറഞ്ഞാൽ ഒരു കാര്യം പക്ഷെ പറയാനുള്ള കോൺസെപ്റ്റ് വൃത്തിക്ക് പഠിക്കുക. ഒരിക്കലും ട്രിക്ക് മാത്രം അപ്ലൈ ചെയ്ത് കോൺസെപ്റ്റ് പഠിക്കാതെ പോരുത്. നമ്മളിത് നോർമലി യൂസ് ചെയ്യാൻ പറ്റും. എക്സാം തലേന്നൊക്കെ പെട്ടെന്ന് ഓർമ്മിച്ച് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഉദ്ദേശം തന്നെ, അതായത് മറന്നു പോകുന്ന മെമ്മറി, ചിലപ്പോ മറന്നു പോകുന്ന കുറച്ച് ആളുകളുണ്ട്, പഠിച്ചതൊന്നും മറന്നു അവര് മാത്രം ഇത് യൂസ് ചെയ്യാവൂ. ഇത് മാത്രം പഠിച്ചു വെച്ച് കോൺസെപ്റ്റ് അറിയാതെ മക്കള് പോരുത്. യെസ്. അപ്പൊ നോക്കാട്ടി, ആദ്യത്തെ സീരീസിന്റെ പേരെന്താ? ലൈമാൻ. അപ്പൊ നമ്മളിതാ ലൈമാൻ സീരീസ്. ഏതാ റീജിയൻ മിസ്സേ? ഓക്കേ, ലൈമാൻ സീരീസ് ഏത് റീജിയനിലാണ്? അപ്പൊ ഇനി 1ഉം 2ഉം 3 എന്താ? N1 ആണ്. നോക്ക മക്കളെ, നിങ്ങളോട് പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ ഏത് ലൈനിലേക്കാണ് വരിക എന്ന് ചോദിക്കുക. അപ്പൊ ലൈമൻ സീരീസിന്റെ രണ്ടാമത്തെ എഴുതാട്ടി. രണ്ടാമത്തെ സീരീസ് ഏത് റീജിയനിലാണ് കാണപ്പെടുന്നത് ചോദിക്കും. വിസിബിൾ റീജിയനിലാണ്. അത് തെറ്റിപ്പോരുത് മക്കളെ. വിസിബിൾ റീജിയൻ. അടുത്തത് പാഷ്കൻ സീരീസ്. പാഷൻ അല്ലേ? പാഷ്കൻ ആണ്. പാഷ്കൻ സീരീസ്. ഓക്കേ, ഏത് റീജിയൻ? IR റീജിയൻ, ഇൻഫ്രാറെഡ് റീജിയൻ, ഫിംഗർ പ്രിന്റ് റീജിയൻ എന്നൊക്കെ പറയും. I ക്യൂബ്. അടുത്തത് ഏതാ? ബ്രാക്കറ്റ് ആണ്. ബ്രാക്കറ്റ് സീരീസ്. യെസ്. ഏത് റീജിയൻ ആണ്? അഗൈൻ ഇൻഫ്രാറെഡ് റീജിയൻ ആണ്. യെസ്. And last one is it's fun series ആണ്. P fund അല്ലേ? PFUND മിസ് എഴുതല്ലേ? P എന്നുള്ള അയാൾ ഇനീഷ്യൽ ഒന്നല്ലേ? ഫാൻ എന്ന് പറയുന്നില്ല, അതാ ഫാൻ. ഓക്കേ, അപ്പൊ നോക്കാട്ടി ബാമറും ബ്രാക്കറ്റ് ഏതാണ് ആദ്യം വരുന്നതെന്ന് വെച്ചാൽ ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കേണ്ടത്. ഏതൊക്കെ സീരീസ് ഏതൊക്കെ റീജിയനിൽ N1 എത്ര N2 എത്ര, ഒരു സിമ്പിൾ കോളം. ഒരു കാര്യം കൂടെ, ബാമർ ആണോ ബ്രാക്കറ്റ് ആണോ ആദ്യം വരുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ. B ഏതിനാന്ന് കാണും. അപ്പൊ നിങ്ങൾ ആൽഫബറ്റ് ഓർത്താൽ മതി. A ആണോ R ആണോ ആദ്യം വരിക?
A അത് ആണ്. വീണ്ടും ട്രിക്കാണ്, അത് ഏഴാമത്തെ ട്രിക്കായി അതുപോലെ പാഷ്കനും ഫണ്ടും പാഷ്കനും ലാണ്. അവിടെ PA. നിങ്ങൾ A ഓർത്താൽ മതി, ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ച് ആദ്യം A ആണ്. അതിലൊരു മിസ് അവർക്ക് ഏകദേശം ഒരു ഐഡിയ ചിലപ്പോൾ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കില്ലേ. പഠിക്കാതെ ഈ ട്രിക്ക് മാത്രം അപ്ലൈ ചെയ്യരുത്. അതേപോലെ ഇവിടെ ഈസി ആയിട്ട് പഠിച്ചത് എത്രയും വലിയൊരു സാധനം ഒരു കോളത്തിൽ ഇൻക്ലൂഡ് ചെയ്തു അല്ലെ. വേവ് നമ്പർ ഒക്കെ ചോദിക്കുന്ന ടൈമില് ലൈമൺ സീരീസിലെ ഫസ്റ്റ് ട്രാൻസിഷൻ എന്നൊക്കെ പറയാം. അപ്പൊ നിങ്ങൾ ഓർത്താൽ മതി 2 നിന്ന് 1 വരുന്നതാണ് ഫസ്റ്റ് ട്രാൻസിഷൻ. ഞങ്ങൾ തമാശ പറയുന്നേരം നിങ്ങൾ ഓർമ്മിക്കുക, ഇതിലെന്ത് ഒരുപാട് കാര്യങ്ങൾ. അതേപോലെ ഫസ്റ്റ് ട്രാൻസിഷൻ ആണെങ്കിൽ 3 നിന്ന് 2, സെക്കൻഡ് ചോദിച്ചാൽ 4 നിന്ന് 2 ഇതുവരെ എനിക്ക് തോന്നുന്നു ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാതെ ക്വസ്റ്റ്യൻ ഇറങ്ങിയിട്ടില്ല. അത് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റും. ഏതെങ്കിലും ലൈനിന്റെ വേവ് ലെന്തോ വേവ് നമ്പറോ കാണാൻ അതേപോലെ ഏത് റീജിയനിലാണ് ഈ സ്പെക്ട്രൽ ലൈൻസ് ഏത് റീജിയനിലാണ് കാണപ്പെടുന്നതെന്ന് ചോദിക്കും. മക്കളെ ട്രാൻസിഷൻ ഇമ്പോർട്ടന്റ്. അവർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കൂടെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ ഹൈഡ്രജൻ സ്പെക്ട്രം ഇല്ലാതെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ എന്ന് നോക്കിയാൽ നിങ്ങൾ 5 ലൈൻസിന്റെ പേര് എഴുതാൻ ചോദിക്കാറുണ്ടല്ലേ അത്തി. ഈ കോളം മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മെയിൻ എക്സാമിന് 2 മാർക്കും ഈ നിങ്ങൾ ഓണം എക്സാമിന് ചിലപ്പോൾ 2 to 3 മാർക്കും കിട്ടും അല്ലെ. ഇത് ഓരോ സീരീസും ഏത് റീജിയനിലാണെന്നുള്ള റീജിയന്റെ പേരും ട്രാൻസിഷൻസ് ഏതൊക്കെയാണ്. 2 to 1 ആണ് ലൈമൺ, 3 to 1, 4 to 1 ഇതൊക്കെയാണ് ലൈമൺ, 3 to 2, 4 to 2, 5 to 2 ഒക്കെയാണ്. റിവൈസ് ചെയ്യണോ, മൊത്തം റിവൈസ് ചെയ്യണോ? വേണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും ട്രിക്സ് മാത്രമല്ല ഒരുപാട് കോണ്ടന്റ്സ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓണം എക്സാം, ഫസ്റ്റ് ടൈം എക്സാം അത്രയും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എഴുതണം. അപ്പൊ ട്രിക്സിന്റെ കൂടെ അതിന്റെ യഥാർത്ഥ കോണ്ടന്റും പഠിച്ചു വെക്കുക. അത് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ട്രിക്സ് മാത്രമായിട്ട് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ട്രിക്സ് വേണം. ട്രിക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ അത് അവിടെ കിടക്കും. നിങ്ങൾ ഇപ്പം ലോ ബി പി എന്ന് പഠിച്ചാൽ ഒരിക്കലും മറന്നു പോകില്ല. പഠിച്ച കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ മാത്രമാണ് നിങ്ങളെ ഇത് സഹായിക്കുന്നത്. യഥാർത്ഥ കോണ്ടന്റ് അറിഞ്ഞ് തന്നെ പഠിക്കുക. അപ്പൊ നമ്മുടെ ലൈവുകളൊക്കെ കാണുക, നമ്മൾ കൂടെ തന്നെ. മൺഡേ ലൈവ് ഉണ്ട് അല്ലേ, മൺഡേ നമ്മളെ കെമിസ്ട്രി ലൈവ് ഉണ്ട്. എന്ത് ചെയ്യാ, 3 പേരുണ്ട്, ഞങ്ങൾ 3 പേരും വരുന്നുണ്ട്. ചാപ്റ്റർ സെറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട്. അതായത് ഈ ലൈവിന് ശേഷം സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് ഒരു ചോദ്യം പോലും അറ്റൻഡ് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എല്ലാ ചോദ്യങ്ങളും ക്ലിയർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട് മക്കളെ. നിങ്ങൾ ബൈ.